ുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ മന്ത്രിമാർ തന്നെ വിരുദ്ധ അഭിപ്രായം പറഞ്ഞത് നമ്മൾ കണ്ടു. ഒരു മന്ത്രി പറയുന്നു തകർത്തു എന്ന് പറയുന്നു, മറ്റൊരാൾ പറയുന്നു തകർത്തിട്ടില്ല എന്ന് പറയുന്നു, പ്രഹരശേഷി കൂടുതലുള്ളതാണ്, ആധുനികമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ വല്ലാത്ത തോതിലുള്ള ആശയക്കുഴപ്പം നമ്മുടെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാനിലുണ്ട് എന്ന് വേണം കരുതാൻ. ഞാൻ നേരത്തെയും ഇതേ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധസമാനമായ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഹനിക്കപ്പെടുന്നത് സത്യമെന്ന വസ്തുതയാണ്. അതായത് ആര് എന്ത് പറയുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ വയ്യാത്ത ഒരു സംഭവമാണ് ആദ്യമേ ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ തന്നെ ഫോഗ് ഓഫ് വാർ, അതായത് ഒരു മൂടൽ പോലെയാണ് എല്ലാത്തിന്റെ മേലും. ആൾക്കാർ കാണുന്നത് അവരെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരും അവരെ ആശ്രയിച്ചിരിക്കും. ചിലർക്ക് ഭീതിയോടായിരിക്കാം, ചിലർ ആകാംക്ഷയോടായിരിക്കാം, ചിലർക്ക് സന്തോഷമായിരിക്കാം, അത് നമുക്കറിയാൻ വയ്യ. അതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പങ്ങൾ പലയിടത്ത് വരുന്നത്. നമ്മൾ ഭാരതീയ ജനത, ഇന്ത്യൻ പൗരന്മാരുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്, നമ്മൾ ഡെമോക്രസിയാണ്, നമുക്ക് ചിന്തിക്കാൻ അധികാരമുണ്ട്, പറയാൻ അധികാരമുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ വിശ്വസിക്കാതെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അല്ല അവര് അവിടുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതും കൂടെ ഓവർലേ ചെയ്യാൻ തമ്മിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ്, നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാം. ഇപ്പൊ പാകിസ്ഥാനില് നമ്മൾ ഡ്രോൺ ചെയ്തു, അടിച്ചു എന്നൊക്കെ പറയുന്നത്, നമ്മൾ പറയുന്നതും അവര് സമ്മതിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പം പാകിസ്ഥാനിലെ ആശയക്കുഴപ്പം കാണും. അതൊരു പുതിയ കാര്യമല്ല, അത് വേണം, എന്നെങ്കിലേ നമ്മളുടെ ലക്ഷ്യം പൂർത്തിയാകത്തുള്ളൂ. ഈ നമ്മുടെ സൈനിക മേധാവികൾ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഇന്ന് 10 മണിക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ വാർത്താ സമ്മേളനം നടത്തി വളരെ കൃത്യമായി നമ്മൾ സ്വീകരിച്ച നടപടികളൊക്കെ ജനത്തോട് വിശദീകരിച്ചിരുന്നു. അത് തുടരുമ്പോൾ അത് ജനത്തിന് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. അത് ആ തരത്തിൽ തന്നെ അതിനെ കാണണം, അല്ലേ? പിന്നെ ഈ നോളജ് ഈസ് പവർ, അതായത് നടക്കുന്നത് എന്താണ് അസുഖം, അതിന്റെ ചികിത്സാവിധി എന്താണ് എന്ന് ഒരു വൈദ്യൻ നമ്മളോട് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം വരുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ സൈനിക മേധാവികളും സൈനിക വക്താക്കളും വിദേശകാര്യ വക്താക്കളും പബ്ലിക്കായിട്ട് പറയുന്നതും അതിനെ മനസ്സിലാക്കുവാനും. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ജനതയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ വരെ എത്തി എന്നുള്ളത്. പക്ഷെ പല ഇൻഫർമേഷനും നമ്മൾക്ക് കിട്ടത്തില്ല. അത് സർക്കാർ തരാൻ ബാധ്യസ്ഥരല്ല, പല കാര്യങ്ങളും കൊണ്ട്. പക്ഷെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടതുപോലെ നമ്മൾക്ക് സ്വീകരിക്കാം. തീർച്ചയായും. അതാണ് ജനറൽ ജേക്കബ് തരകനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും പാകിസ്ഥാന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പലതരത്തിലുള്ള അവകാശവാദങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൂടുതലും പ്രചരിപ്പിക്കുന്നത് കള്ളങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് ചില പഴയ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച രീതിയാണ് പാകിസ്ഥാനുള്ളത്. ഇന്നലെ സമാനമായി തന്നെ യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകൾ പറത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യ അത് വെടിവെച്ചിടാൻ ശ്രമിച്ചാലും മറ്റും, മിസൈൽ ഉപയോഗിച്ചാലും മറ്റും യാത്രാ വിമാനങ്ങൾ തകരുകയും സാധാരണക്കാർ കൊല്ലപ്പെടുകയും മറ്റും ചെയ്താൽ ലോകരാഷ്ട്രങ്ങളുടെ വികാരം ഇന്ത്യക്കെതിരാകുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു അത് ചെയ്തത്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ, അവധാനതയോടെ നമ്മൾ ആ സാഹചര്യം കൈകാര്യം ചെയ്യുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും വ്യോമപാത പൂർണ്ണമായും പാകിസ്ഥാൻ അടച്ചിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. യുദ്ധം ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലവത്താകുന്നില്ല. പക്ഷേ നമ്മുടെ അതിർത്തികളൊക്കെ ഏറെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കൃത്യമാണ്. വളരെ ജാഗ്രതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സേനാ സംവിധാനങ്ങളൊക്കെ എല്ലാ മണിക്കൂറുകളിലും ഉണർന്നിരുന്നാണ് നമ്മുടെ അതിർത്തികൾ കാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും നമ്മളോട് ചെയ്ത വലിയ ഒരു ചെയ്തിക്കുള്ള വളരെ കൃത്യമായ തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 10:30 വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. സംയുക്ത വാർത്താ സമ്മേളനമാണ് 10:30 ഉണ്ടാകുക എന്നാണ്. വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കാൻ ഡി ആർ രാകേഷ് 10:30 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. വിദേശ പ്രതിരോധ മന്ത്രാലയ പ്രതിനിധികളുടെ വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം ഏറെയുമാണ്, അല്ലേ? അതെ രഞ്ജിത്ത്, 10:30 സംയുക്ത വാർത്താ സമ്മേളനം. രണ്ട് മന്ത്രാലയങ്ങളുടെയും, വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും
വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ സമ്മേളനം നടന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറിയും ഒപ്പം തന്നെ മറ്റ് 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തിരുന്നത്. ഇന്ന് അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഈ വാർത്താ സമ്മേളനത്തിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമോ? ഒരുപക്ഷെ പ്രതിരോധ സെക്രട്ടറി ആയിരിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ഏറെ പ്രസക്തിയുള്ളത് കഴിഞ്ഞ 2 ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സാഹചര്യം. കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് കടക്കുന്നു, സങ്കീർണമായി മാറിയിരിക്കുന്നു. കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുകയാണ്. മാത്രമല്ല ഡൽഹി അടക്കം ലക്ഷ്യം വെക്കുന്ന നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. ഇന്ത്യയും അതേ നാണയത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നു. വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും വലിയ തോതിൽ ആക്രമണം നടക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുമ്പോൾ അതിന് അതേ നാണയത്തിൽ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല ജമ്മുവിലും ശ്രീനഗറിലും ഉദ്ധംപൂരിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പ്രകോപനം ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതായത് ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് എന്ന നിലപാട് അതിരുണ്ട്, അത് കടന്നുകൊണ്ട് ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ ഈ ഘട്ടത്തിലും സർക്കാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് കൂടുതൽ വഷളാക്കാനില്ല. മാത്രവുമല്ല ഇനിയും പ്രകോപനം തുടർന്നാൽ അതിനെ ഇരട്ടി മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് ലഭിക്കുമെന്നാണ്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നിർണായകമാണ്. സാധാരണഗതിയിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഇതുവരെ കൈക്കൊണ്ട നടപടികളൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നടത്തിയ പ്രകോപനം ഇതൊക്കെ തന്നെയാണ് വിശദീകരിക്കാറുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി നിർണായക മണിക്കൂറാണ് കടന്നുപോയത്. വലിയ തോതിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. അതുമാത്രവുമല്ല സൈനിക താവളങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലക്ഷ്യം വെച്ചെങ്കിൽ അതിൽ നിന്ന് മാറി സാഹചര്യം ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യം വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്തായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ പറയുക എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും 10:30 ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും മന്ത്രിമാർ, വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ തന്നെ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് സാഹചര്യങ്ങളൊക്കെ തന്നെ അവർ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും 2 മന്ത്രാലയങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം 10:30 നടക്കുക. ഏതായാലും അതിലായിരിക്കും ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപിക്കുക. തീർച്ചയായും ദീർഘദൂര മിസൈലുകൾ വരെ ഉപയോഗിച്ച് ഡൽഹിയെ പോലും ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിന് പിന്നാലെയാണ് വിദേശ മന്ത്രാലയമടക്കം പങ്കെടുക്കുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകരാജ്യങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. പഹൽഗാം ആക്രമണം കഴിഞ്ഞ് 15-ാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുന്നത്. അത്രയും ദിവസം ഈ സാഹചര്യങ്ങൾ, പാകിസ്ഥാന്റെ ഭീകരബന്ധം, അവരുടെ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പങ്കാളിത്തമൊക്കെ വളരെ കൃത്യമായി തന്നെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇന്ത്യ ഒരു തിരിച്ചടിയിലേക്ക് കടന്നത് എന്നുള്ളതും പ്രധാനമാണ്. വിശദാംശങ്ങൾ 10:30 പങ്കുവെക്കും. വളരെ പ്രധാനപ്പെട്ട നിർണായക വാർത്താ സമ്മേളനം 10:30 ഉണ്ടാകും. പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനമാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.